ഹായ് ഓൾ, ഇന്നൊരു ഫ്രൈഡേ ദിവസമാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പോരാത്തിന് ക്രിസ്മസും ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പൊതുവേ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുക ലഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി പിടിച്ച്, അല്ലെങ്കിൽ ലഞ്ചിന് തന്നെയായിരിക്കും സ്പെഷ്യൽ ഉണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയെങ്കിലും ഉണ്ടാക്കി വന്നപ്പോൾ ബ്രഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ ബീഫ് വരട്ടിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അരി വെള്ളത്തിലിട്ടത് കഴുകി എടുക്കുന്നുണ്ട്. ഇത് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള അരിയാണ് കേട്ടോ. അതിൽക്ക് ആദ്യം ആഡ് ചെയ്യുന്നത് തേങ്ങാ വെള്ളമാണ്. പിന്നെ ഒരു ബൗൾ നിറച്ച് തേങ്ങയും ഒരു 1/4 ഭാഗം അവിലുമാണ് ചേർക്കണേ. പിന്നെ കുറച്ച് ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ലാസ്റ്റ് ആയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. ശേഷം മാവിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇമ്മ ബീഫ് വരട്ട് ഉണ്ടാക്കാനുള്ള ബീഫ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ശേഷം അത് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി ഇതെല്ലാം 1 സ്പൂൺ വീതം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി പേസ്റ്റ് 2 സ്പൂൺ വീതം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. വേവിച്ചെടുത്തതിന് ശേഷം വരട്ടൽ പരിപാടിയിലേക്ക് കടക്കാം. ഇതാണ് ഈ ബീഫിന്റെ ടേസ്റ്റ് നിർണ്ണയിക്കുന്ന മെയിൻ പാർട്ട്. ആദ്യം എണ്ണ ചൂടായാൽ ഉലുവ, വലിയ ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം ഇട്ട് പൊട്ടിച്ചെടുക്കണം. ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സ്പൈസസ് ആയിട്ടില്ലേ ഗ്രാമ്പു, പട്ട, ഏലക്ക ആഡ് ചെയ്യാം. ശേഷം ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. സെയിം ചട്ടിയിൽ തന്നെ ചൂടായ എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, മുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വലിയുള്ളി ആഡ് ചെയ്യാം. ശേഷം അതൊന്ന് വഴന്ന് വന്നാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. മുന്നേ വറുത്ത് മാറ്റി വെച്ച് ഉലുവ, തേങ്ങ, സ്പൈസസ് ഇതിൻ്റെ മിക്സ് അരച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മുന്നേ വേവിച്ച് വെച്ച ബീഫും 1 നാരങ്ങൻ്റെ നീരും കൂടെ ചേർക്കണം. ഇനിയാണ് ഇതിൻ്റെ മിക്സിംഗ് പരിപാടി. ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി അങ്ങോട്ട് വരട്ടിയെടുക്കണം. ഇത് കുറച്ച് ടൈം വേണ്ട പരിപാടിയാണ്. അങ്ങനെ ബീഫ് വരട്ട് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഗാർണിഷിന് വേണ്ടിയിട്ടില്ലേ തേങ്ങ, വറ്റൽ മുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. വറ്റൽ മുളക്, കറിവേപ്പില ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ തേങ്ങ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ നോക്കണം. പൊതുവേ എല്ലാവരും തേങ്ങ ചെറുതായി കട്ട് ചെയ്ത് അത് വറുത്തിട്ടാണ് ബീഫിലേക്ക് ഇടാറ്. പക്ഷേ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടുത്തത് പുട്ടുണ്ടാക്കാനാണ് നിന്നിട്ടുള്ളത്. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഇതിൽ പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നോർമൽ പ്രോസസ്സ്, ആദ്യം തേങ്ങ ഇടുക, പിന്നെ പുട്ടും പൊടി ഇടുക, പിന്നെ മുകളിൽ പിന്നെയും തേങ്ങ ഇടുക. അതവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും 1.5 മണിക്കൂറിന് ശേഷം മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് മിക്സാക്കി എടുത്തു. പിന്നെ വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ സൈസിലുള്ളൊരു പാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിനെ. അങ്ങനെ ഒരു 1/2 മണിക്കൂർ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നേ ഉണ്ടാക്കിയിരുന്നുള്ളൂ, ബാക്കി മാവ് കൊണ്ട് കുഞ്ഞു ദോശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ എല്ലാതും സെറ്റായിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്ത പുട്ടും ബീഫും ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ബീഫ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. വട്ടയപ്പം, പുട്ട്, ബീഫ് വരട്ട്, വെജിറ്റബിൾ സ്റ്റൂ, ബോട്ടി, ലെമൺ ടീ. ബോട്ടി ഇന്നലത്തെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ബ്രഞ്ച് സ്പെഷ്യൽസ് എന്ന് പറഞ്ഞാൽ. അപ്പം മറക്കണ്ട, വീട്ടിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ.